പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. പുതിയ വീഡിയോ, പുതിയ സബ്ജക്റ്റ്, പുതിയ യുഗത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് സംസാരിച്ചത്? കൗമാരവും കൂട്ടുകെട്ടും. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളും വൈകല്യങ്ങളും, ചിൽഡ്രൻ ആൻഡ് ഡിസബിലിറ്റീസ്. ഇത് നിങ്ങൾ പറയും വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്നത് വൈകല്യങ്ങൾ നിറഞ്ഞ ലോകത്താണ്. ലോകത്തിൻ്റെ ആരംഭം മുതൽ കുട്ടികളും അവർക്ക് സംഭവിക്കുന്ന വൈകല്യങ്ങളുമായിട്ടാണ് നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. അത് പല രീതിയിലുള്ള വൈകല്യങ്ങളുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. ജന്മനാ വൈകല്യമുള്ള കുട്ടികളുണ്ട്, ജനിച്ച ശേഷം പല ഇൻസിഡൻറ്റിൽ കൂടിയും വൈകല്യങ്ങളായ കുട്ടികളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് കാലം പുരോഗമിച്ചു. വി ആർ സ്റ്റേയിങ് ഇൻ അഡ്വാൻസ് ടെക്നോളജി. ഈ വൈകല്യങ്ങളെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് അവരെ കാത്തു സൂക്ഷിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളും NGOസും എല്ലാം ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മളിതിനെ ടോപ്പിക് എടുത്തത്, നമ്മളൊന്ന് തിരിച്ചു നോക്കൂ. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുവട്ടത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളുമെല്ലാം ഇന്നും ശരിയായിട്ടുള്ള ഒരു സംരക്ഷണമാണോ വൈകല്യങ്ങൾ നിറഞ്ഞ കുട്ടികൾക്ക് എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള നേട്ടം, അവരുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ സമൂഹത്തിൽ നിന്നും, നമ്മുടെ സ്കൂളിൽ നിന്നും ലഭിക്കുന്ന അനുഭവങ്ങളും അറിവുമാണ് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലുവാനുള്ള സപ്പോർട്ട്. അവിടെ നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂള്, ജീവിക്കുന്ന സമൂഹം, നമ്മുടെ വീട്, ഇവിടെ നിന്നും ആ കുഞ്ഞുങ്ങളുടെ വൈകല്യങ്ങളെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹം എങ്ങനെയാണ്, ഒരു കൂട്ടം സമൂഹം എങ്ങനെയാണ് അവരെ വാച്ച് ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. നമ്മളെ നോക്കൂ, പണ്ട് തൊട്ട് വൈകല്യങ്ങളെ നമ്മൾ തമാശ രൂപത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തെരുവ് നാടകങ്ങളായിക്കോട്ടെ, പ്രോഗ്രാം ആയിക്കോട്ടെ, സിനിമയായിട്ട് എവിടെയും നമുക്ക് വൈകല്യം കാണുമ്പോൾ നമുക്കൊരു തമാശ തോന്നും. പക്ഷേ അത് പെട്ടെന്ന് മാറുമായിരുന്നു. അവരെ ചേർത്ത് പിടിക്കും അന്നത്തെ സമൂഹം. പക്ഷേ ഇന്ന് ഇത്ര അഡ്വാൻസ് ടെക്നോളജിയായ എല്ലാവിധ സംവിധാനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും ഈ കുട്ടികളുടെ മാനസിക അവസ്ഥയെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കാരണം എൻ്റെ പല സീനിയർ സ്റ്റുഡൻറ്റും പല സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ ഹാൻഡിക്യാപ്ഡ് കുട്ടികളുണ്ട്, ചിലരുടെ വേണ്ടപ്പെട്ടവർക്കുണ്ട്. അവരൊക്കെ പറയുന്നത്, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്ന നാളെ സ്കൂളിൽ പോകുന്നില്ല പപ്പ, അവർക്ക് മാനസിക വിഷമമാണ്, ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് പഠിക്കേണ്ട, പല രീതിയിലുള്ള മാനസിക അവസ്ഥയുമായിട്ട് അവർ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവർ പഠിക്കുന്ന വിദ്യാലയത്തിലും അവരുടെ സമൂഹത്തിലും ഒരു ചെറിയ ശതമാനം അവരെ തേജോവധം ചെയ്യുന്നു, പരിഹാസത്തിന് പാത്രീഭൂതരാകുന്നു. ആ രീതിയിൽ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുക. ഇത് നമ്മൾ മാറ്റിയെടുക്കണം, അവരെ ചേർത്ത് പിടിക്കണം. അവർക്ക് നല്ല രീതിയിലുള്ളതായ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്, നല്ല സംവിധാനം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ മാനസിക അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കി ഇത് ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കൊടുക്കാനാണ് നമ്മുടെ സമൂഹം തയ്യാറാവേണ്ടത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നു, നമ്മൾ ആരാധനാലയങ്ങളിലേക്ക് വിടുന്നു, സോഷ്യൽ ആക്ടിവിറ്റി വിടുമ്പോൾ തന്നെയും അവിടെ അവർക്ക് സംഭവിക്കുന്ന മനോവികാരങ്ങൾ, പ്രോബ്ലംസ്, ഇതെല്ലാം നമ്മൾ കാണണം. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങളെ വൈകല്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് വൈകല്യങ്ങളുമായിട്ടാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ എപ്പോഴും പോസിറ്റീവ് എനർജി അവർക്ക് കൊടുക്കണം. സ്കൂളുകളിൽ, സ്കൂൾ അതോറിറ്റികൾ അത് ഇൻവോൾവ് ആകണം. സമൂഹത്തിൽ ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്ന ആ സമൂഹത്തെ അവർ മാറ്റിയെടുക്കണം, അത് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുവേണ്ടി NGOs പ്രവർത്തിക്കണം, മോട്ടിവേഷണലായിട്ടുള്ള ഡ്രൈവ്സ് വേണം. എങ്കിലേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസിക അവസ്ഥയെ മാറ്റിയെടുക്കാവുള്ളൂ. കാരണം വൈകല്യങ്ങൾ നിറഞ്ഞ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊടുത്താലേ അവർക്കും മുന്നോട്ട് ഈ ലോകത്ത് ജീവിച്ച് പോകാൻ പറ്റുകയുള്ളൂ. അതിന് എൻ്റെ ഒരു സജഷൻ, മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, അവരെ സാധാരണ കുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുപോകണം. ആ കുട്ടികൾ അവരുടെ ഇടയിൽ ജീവിക്കണം. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, വലിയ വലിയ അംഗവൈകല്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതായ ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്നോട്ടെ. പക്ഷേ അതിൽ താഴെ പല കാറ്റഗറിയിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളെ സ്കൂളിലേക്ക് ടൈപ്പ് ചെയ്ത് അവരുടെ ഇടയിൽ പഠിക്കുവാൻ അനുവദിച്ച് കഴിയുമ്പം ആ കുഞ്ഞുങ്ങൾ, സാധാരണ കുഞ്ഞുങ്ങൾ, അവരെ ആ രീതിയിൽ ശ്രദ്ധിക്കുകയുള്ളൂ. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അവരുടെ ബുദ്ധിമുട്ടും പ്രയാസം കണ്ട് ഈ സംഗതികൾ മാറ്റിയെടുക്കാൻ സഹായിക്കും. അതിൻ്റെ ഒരു പ്രത്യാഘാതം സമൂഹത്തിലും വരും. അങ്ങനെ പതുക്കെ പതുക്കെ വൈകല്യങ്ങൾ നിറഞ്ഞ കുട്ടികളുടെ ജീവിതം നമ്മൾ ചേർത്ത് പിടിച്ച്
അവരെ പോസിറ്റീവായിട്ട് ലോകത്തോടെ കൊണ്ടു നടക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു സമൂഹത്തെ നമുക്ക് തയ്യാറെടുപ്പിക്കാം, അതിന് പ്രിപ്പയർ ചെയ്യാം. ഒരു സ്കൂൾ അന്തരീക്ഷത്തെ നമ്മൾ ഉണ്ടാക്കാം. നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുവട്ടത്തിലും അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരുടെ മാനസികാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് ശരിയായിട്ടുള്ളൊരു മോട്ടിവേഷൻ കൊടുത്ത് മുന്നോട്ട് പോകാം എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെ ഞാൻ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നു. നന്ദി, നമസ്കാരം.